ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കള്ളപ്പണം കണ്ടെത്തിയതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കാൻ തീരുമാനം. തീപിടുത്തം അറിഞ്ഞ് ജഡ്ജിയുടെ വസതിയിൽ ആദ്യമെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളാണ് ഹാജരാക്കിയത്. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പോലീസ് ആസ്ഥാനത്താണ് ഉദ്യോഗസ്ഥർ ഫോൺ എത്തിച്ചത്. ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, ഒരു തീപിടുത്തമുണ്ടായതിനെ തുടർന്നാണ് ഇത്രയും വലിയൊരു പണമുണ്ടായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പുറം ലോകം അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഉദ്ദേശിക്കുന്നത്? ജിൽസി, ഇപ്പോൾ ഫോൺ ഹാജരാക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ പോലീസ് കമ്മീഷണർ പ്രത്യേക നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നൽകിയിരിക്കുന്ന ഒരു മറുപടി തന്നെയാണ്. കാരണം ആദ്യം അവിടെ എത്തിയത്, തീപിടുത്തമുണ്ടായി എന്നറിഞ്ഞ് ആദ്യം അവിടെ എത്തിയത് അഗ്നിശമന സേനയാണ്. മാത്രമല്ല, തീപിടുത്തമുണ്ടായെന്ന് തീ എടുത്താനായി എത്തിയ അഗ്നിശമന സേനയുടെ മേധാവി തന്നെ അവിടെ നോട്ടിട്ടില്ല പറഞ്ഞിരുന്നു. മാത്രമല്ല, പിന്നീട് പോലീസ് വന്നതിന് ശേഷം ബന്ധുക്കളെ എല്ലാവരെയും അവരുടെ PA, മകൾ അടക്കമുള്ള ആൾക്കാരോട് മാറി നിൽക്കാൻ പറയുകയായിരുന്നു. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഒരു ദുരൂഹതയിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ആദ്യ സംഭവ സ്ഥലത്തെത്തിയ അഗ്നിശമന സേന നോട്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ജഡ്ജിക്ക് അനുകൂലമായ കാര്യങ്ങളിലേക്ക് എത്തുകയും ഇത് ആരൊക്കെയോ കെട്ടിച്ചമച്ചതാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് നയിക്കുകയും ചെയ്യാവുന്ന ഒരു പരാമർശമാണ് അഗ്നിശമന സേന മേധാവിയുടെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫോൺ കോൾ എത്തിയ, അതായത് ഈ തീപിടുത്തമുണ്ടായി എന്ന് അറിഞ്ഞ് ആദ്യം ഫോൺ കോൾ എത്തിയ തുഗ്ലക്കാബാദിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ, അത് SHO സ്റ്റേഷൻ ഹൗസ് പോലീസ് ഓഫീസറായിട്ടുള്ള ഒരാൾ, 2 ഹെഡ് കോൺസ്റ്റബിൾ, മറ്റു കോൺസ്റ്റബിൾ തുടങ്ങിയവരുടെയാണ് ഫോണുകൾ ഇപ്പോൾ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ ഫോൺ കോളുകൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ദുരൂഹത നീങ്ങും. ഇത്തരത്തിലുള്ള അഗ്നിശമന സേനാ മേധാവി പറഞ്ഞത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനും പോലീസിന് സംശയത്തിന് നിഴലിൽ നിന്നും മുക്തമാക്കാനും ഇത്തരത്തിലുള്ള നടപടികൾ സഹായിക്കും. ഇത് മാത്രമല്ല, അടുത്ത ഒരു ഫോൺ കോൾ പരിശോധിക്കുന്നത് ഒരു 6 ജഡ്ജിയുടെ വസതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ കഴിഞ്ഞവരുടെയാണ്. കാര്യം ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും വാഹനങ്ങൾ ജഡ്ജിയുടെ വസതിയിലേക്ക് വരിക, ഏതെങ്കിലും കെട്ടുകൾ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ ഈ 6 മാസത്തിനുള്ളിൽ ആരെങ്കിലും കണ്ടോ എന്നറിയാനാണ് നിലവിൽ സേവനമനുഷ്ഠിക്കുന്നവരും നേരത്തെ ഉണ്ടായിരുന്നവരുമായ ഉദ്യോഗസ്ഥരുടെ കൂടി ഫോൺ കോൾ പരിശോധിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്.